ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാൻ ഗൈസ്. ഞാൻ കുറേ ആയി എൻ്റെ വീട്ടിലങ്ങനെ പോയി നിന്നിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എൻ്റെ ചേച്ചി പോയ സമയത്താണ് ഞാൻ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. അതും ഒരു 2-3 ഡേയ്സ് അത്രയും നിന്നിട്ടുള്ളൂ. ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊരു കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് നിന്നിട്ടില്ല. എപ്പോഴും ഒരു 2-3 ദിവസം നിൽക്കും, തിരിച്ചു പോരും, അങ്ങനെയാണ്. അല്ലെങ്കിൽ വീക്കിലി ഒരു 2 ദിവസം പോയി നിൽക്കും, അവിടെ തിരിച്ചു പോരും. ചില സമയത്ത് രാവിലെ പോയിട്ട് വൈകിട്ട് വരും, ചില സമയത്ത് ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ട് വരും, അങ്ങനെയാണ്. ഞാൻ ഇതുവരെയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട്, അതായത് 5 months ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 1 വീക്സ്, ചാവക്കാടുള്ള വീട്ടിൽ 1 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പോയി വരിക, പിന്നെ അവർ ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങനെ വലിയ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ അടുത്താണ്. പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചോദിച്ചു, ഓക്കെ ഇന്ന് എന്തായാലും കുറച്ച് ദിവസം പോയി നിൽക്കാം. കാരണം നാളെ നമുക്കൊരു കല്യാണം ഉണ്ട് അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ. സോ കല്യാണത്തിന് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ പറയും കേട്ടോ, പോയി നിൽക്കാം, കുറച്ച് ദിവസം നിൽക്കാം എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ 2 ദിവസം അങ്ങനെ സാധാരണ പോലെ എങ്ങനെയാണോ പോയി ആ ബാഗൊക്കെ ആയിട്ട്, വലിയ ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ വരും കേട്ടോ. അവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ഡ്രസ്സും എൻ്റെ മേക്കപ്പ് സാധനങ്ങളും എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാനുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ഞാൻ താങ്ങി പിടിച്ച് പോകും. ഒരു 2 ആഴ്ച നിന്നിട്ട് വരാമെന്നുള്ള പ്ലാനില്ലേ. അത് ഞാൻ 2 ദിവസം ഞാൻ അതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചിങ്ങനെ വരും. ഇപ്പം 5 മാസമായിട്ട് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 ദിവസം നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല, ചിലപ്പോൾ എൻ്റെ മൈൻഡിനെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ ഗുരുവായൂർ പോവാം, പെട്ടെടുത്തോ അല്ലെങ്കിൽ ബാഗ് എടുത്തോ ഇങ്ങോട്ട് പോരും. ചില സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോവാം, അപ്പോൾ അങ്ങോട്ട് പോരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു. എന്തായാലും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറേ ആയില്ല നിങ്ങൾ അവിടുത്തെ വ്ളോഗ് കണ്ടിട്ട്. ചാവക്കാട് വീട്ടത്തെ വ്ളോഗും കുക്കുവിനെയും അമ്മേനെയും അച്ഛനെയും ഒക്കെ കണ്ടിട്ട് പറയണ്ടാവും. എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണത്തിന് മുന്നേ ആയിരിക്കും ഒരു ലോങ് വീഡിയോ ചാവക്കാട് വീട്ടിൽ വെച്ച് എടുത്തിട്ടുണ്ടാവുക. ഒരു 5 months ആയിട്ട് ഞാൻ ലോങ് വീഡിയോ അവിടെ വെച്ചെടുത്തിട്ടില്ല, ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഷോർട്സ് എടുത്തിട്ടുണ്ട്. കൂടുതലും ഇവിടുത്തെ ഫ്രെയിംസ് ആയിരിക്കും നിങ്ങൾ എന്നും കാണുന്നുണ്ടാവുക അല്ലേ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നു. കോമൺ ആയിട്ട് വരുന്ന കമൻസിന് ഞാൻ കുറച്ച് റിപ്ലൈ തരാൻ വെച്ചിട്ടോ. ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2-3 വീഡിയോയിൽ കണ്ടിട്ട്. ഇത് വൈഫൈ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റൂമിൻ്റെ പുറത്തൊരു ഹാളുണ്ട്, അപ്പോൾ അവിടെ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പറഞ്ഞു വെച്ച് വന്നപ്പോൾ ഇവിടെ ആയിപ്പോയി, റൂമിലായിപ്പോയി. എനിക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ റൂമിൽ വൈഫൈ വെക്കാൻ. പക്ഷേ അങ്ങനെ ഇനിയിപ്പോൾ ഇത് മാറ്റണം എന്തായാലും. കാരണം ഇതിൻ്റെ റേഡിയേഷൻ അത്രയ്ക്ക് നല്ലതല്ല. ഇത്ര അടുത്ത് നമ്മൾ കിടക്കണതൊക്കെ അല്ലേ, അത്രയ്ക്കും നല്ലതല്ല ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം മാറ്റണം. ഇപ്പോൾ മാറ്റുന്നുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റാനുള്ള പ്ലാനാണ്. പിന്നെ കണ്ണാടി എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫുൾ സൈസ് മിററാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഷോപ്പല്ല, ഓൺലൈൻ. അതൊരു ഷോപ്പ് തന്നെയാണ്. അവരുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു 7,000-8,000 അങ്ങോട്ട് കണ്ട് വിച്ച് മേടിച്ചതാണ് കേട്ടോ. ബ്ലാക്ക് ഫ്രെയിം. എനിക്ക് തോന്നുന്നു എന്തോ വന്ന ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അന്ന്. വിച്ചുവിൻ്റെ വകയുള്ള ഗിഫ്റ്റാണ് അത്. പറഞ്ഞ് വാങ്ങി തന്നതാണ്. വിച്ചിന് സർപ്രൈസൊക്കെ തരാൻ ഇപ്പോഴാണ് വിച്ച് പിന്നെയും സർപ്രൈസൊക്കെ തരാൻ പഠിച്ചത്. അന്നൊന്നും വലിയ സർപ്രൈസൊന്നും തന്നിരുന്നില്ല. അന്ന് ഞാൻ ചോദിക്കും, അപ്പോൾ അതെനിക്ക് വാങ്ങിത്തരും, അങ്ങനെയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കോമൺ ആയിട്ട് വന്ന കമൻറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഇത് സുഡിയോടെയാണ്. പക്ഷെ ഇത് ടിൻറ്റഡ് അല്ല, ചെറിയൊരു ടിൻറ്റേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ലിപ് ലൈൻ ചെയ്ത് പിന്നെ ലിപ് ബാം ഇട്ട് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് എനിക്ക് കോമൺ ആയിട്ട് വരുന്ന കമൻറ്റ്. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ലിപ്സ്റ്റിക്ക്, ലിപ് ഷെയ്ഡ് ഇതന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനത് പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഒരു ഫ്രോക്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ വണ്ടിയിൽ തന്നെ പോകാമെന്ന് വിചാരിക്കുക. സ്കൂട്ടി എടുത്തിട്ട് കാർ എടുക്കുന്നില്ല. വെയിലും മഴക്കാറും കൂടി മിക്സ് ആയ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ പോകാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഞാൻ തുണിയിട്ടിട്ടുണ്ട്. സോ അതൊന്ന് അഴയിലിട്ടിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. സോ പോവാം. അപ്പം ഇനി ചാവക്കാട് കാണാം. ഞാൻ എന്താ ഇവിടെ എത്തിയപ്പോഴേക്കും എന്നെ വെൽക്കം ചെയ്യാനായിട്ട് കുക്കു വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ ആദ്യം വാതിൽ തുറന്ന് നോക്കിയിട്ട്, അപ്പോൾ മൂപ്പരാൾ വാതിൽ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വാലാട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഫുള്ള് ഹെയർ പോയിട്ട് ഇപ്പോൾ കുഞ്ഞിതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൾക്ക് ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലിപ്പായി വീഴുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. വാലാട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവളുടെ ചൊറിച്ചിലും എല്ലാം കൊണ്ടും ഭയങ്കര എനർജി ലെവലായിരുന്നു കേട്ടോ. അങ്ങോട്ടോട് ഇങ്ങോട്ടോട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ പിടിച്ചിരുന്ന് ഇങ്ങനെ തലയിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ മസാജ് ചെയ്ത് ഞാൻ ആ വീടിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ ബാഗും കവറൊക്കെ ഞാൻ അവിടെ വെച്ചു കേട്ടോ. അപ്പോഴേക്കും മൂപ്പരാളത് ഓടുകയാണ് കേട്ടോ. അമ്മയുടെ അടുത്തേക്ക് ഓടുക, എൻ്റെ അടുത്തേക്ക് ഓടുക, അങ്ങനെ മാറി മാറി ഓടുകയാണ്. അവസാനം ഞാനിരുന്നപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടന്ന് തന്നോട്ട് ഇങ്ങനെ ഒഴിയാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇങ്ങനെ ചൊറിയുന്നതും മസാജ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനാട്ടോ കൂടുതൽ ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടീഷർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. കാരണം നമ്മളിപ്പോൾ അവളുടെ ഹെയറൊക്കെ കളഞ്ഞ കാരണം പിന്നെ തണുപ്പും മഴയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് തണുക്കുണ്ടായി വെച്ചിട്ട് നമ്മൾ ടീഷർട്ട് ഇട്ട് കൊടുക്കാണ്ട് ടീഷർട്ട് നമ്മൾ ഡെയിലി മാറ്റും കേട്ടോ. അവൾക്ക് 4-5 ടീഷർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി മാറ്റാറുണ്ട്. ഇത് 1 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ ടീഷർട്ടാണ് കേട്ടോ അവൾ ഇട്ടേക്കുന്നത്. അവൾക്ക് നല്ല ഹെയർ ഉള്ള സമയത്ത് ചില സമയത്ത് ഈ ടീഷർട്ട് കൊള്ളാറില്ല കേട്ടോ. ഹെയർ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നല്ല രീതിക്ക് തന്നെ കൊള്ളും. പിന്നെ ലൂസും ആണ് കേട്ടോ ഇപ്പോൾ.
അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളെ ഇങ്ങനെ പിടിച്ചിരുത്തി ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ചെറുതായിട്ട് എന്താ പറയുക സ്കിന്നിന് ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറി വരുന്നുണ്ട്. അതാണ് ആ ഒരു റെഡ്നെസ് കേട്ടോ സ്കിന്നിലൊക്കെ. നമ്മളിപ്പോൾ മെഡിസിനൊക്കെ കഴിക്കുന്ന കാരണം ചെറുതായിട്ടൊക്കെ നല്ല കുറവുണ്ട്, എന്നാലും ടൈം എടുക്കുന്നതാണ് കേട്ടോ അവർ പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ കുക്കുവിന് വേണ്ടിയിട്ട് കുക്കു നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കുക്കുവിന് കുറേ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം, കാരണം കുക്കുവിനെ കുറേ പേര് ചോദിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ പോയി നോക്കിയിട്ട് എന്താണെന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ച് നോക്കി, കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അവിയിലാണ് കേട്ടോ കണ്ടത്. അവിയിൽ എനിക്ക് വലിയ താല്പര്യമില്ല, അതാണ് എൻ്റെ മുഖം പോയത്. പിന്നെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഞാൻ കണ്ടു കേട്ടോ അതിൽ നഗറ്റ്സ് ഇരിക്കുന്നുണ്ട്, ഞാൻ ലാസ്റ്റ് ടൈം മേടിച്ചു വെച്ചത്. അതുപോലെ തന്നെ ഞാവൽപ്പഴമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാനുള്ളതുണ്ട് മനസ്സിലായി. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് മാറി വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കുവിനായിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല, ഞാനാണ് കാര്യമായിട്ട് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ഞങ്ങളുടെ സംസാരവും കളിയും എല്ലാം കഴിഞ്ഞതാണ് ഞാൻ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്മ മുലൂഷ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിയലിൻ്റെ കൂടെ. അതുപോലെ തന്നെ പപ്പടം ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, ഡബിൾ ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ട്. എല്ലാവരും കൂട്ടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കാറുള്ളത്. വിച്ചുവിൻ്റെ വീട്ടിൽ അത് കുറവാണ്, കാരണം അവരുടെ ഫുഡിൻ്റെ ടൈമും എൻ്റെ ഫുഡിൻ്റെ ടൈമൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇടയ്ക്കൊക്കെ ഞാനും അച്ഛനും വിച്ചുവിൻ്റെ അച്ഛനും എപ്പോഴും ഒരുമിച്ചാണ് മിക്കപ്പോഴും ഇരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല, എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഗ്യാസ് കയറും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ വരണം. കാരണം ഞാൻ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് നേരത്തെ കൂട്ടി ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ചില സമയത്ത് വെച്ചിട്ട് അച്ഛനും ഉണ്ടാവാറുണ്ട്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാവും. ഇവിടെ എൻ്റെ അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ എടുക്കരുതെന്നുള്ള അച്ഛൻ്റെ ഒരു ഇതുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് എപ്പോഴും ഫുഡ് കഴിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണൊന്നും യൂസ് ചെയ്യില്ലാരും. ഇങ്ങനെ നമ്മൾ കുറച്ചധികം നേരം നമ്മൾ ഡൈനിങ് ടേബിളിൽ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വർത്താനം പറയും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ മുന്നേ ആയിട്ട് നമ്മൾ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറയും. അങ്ങനെയാണ് കേട്ടോ. നമുക്ക് കുറേ കാര്യങ്ങൾ വർത്താനം പറയാനുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു 5-5:30 ആകുമ്പോൾ ഞാൻ എണീറ്റ് അടിച്ച് വാരി തുടച്ചു കേട്ടോ. കാരണം ഉറുമ്പുണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ എനിക്ക് കുക്കുവിനെ ഉറുമ്പ് കടിക്കുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ അടിച്ച് വാരി തുടച്ചു. സാധാരണ നമ്മൾ ഒരു നേരമൊക്കെ തുടയ്ക്കാറുള്ളൂ, ഇന്ന് ഞാൻ 2 നേരം തുടച്ചു. അതിനുശേഷം ഞാൻ ഒരു നേരം തുടച്ചിട്ടുള്ളൂ, അമ്മ രാവിലെ തുടച്ചിട്ടുണ്ട്. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു, നമ്മൾ കൈയും കാലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അങ്ങനെ വിളക്ക് കത്തിച്ചു, മുറ്റത്തും പുറത്തും നമ്മൾ വിളക്ക് വെക്കും, അപ്പോൾ അവിടെയും വെച്ചു. അതിനുശേഷം പിന്നെ കിച്ചണിൽ കയറി എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കഴിക്കാൻ എൻ്റെ കയ്യിൽ കിട്ടിയത് ഫസ്റ്റ് നഗറ്റ്സിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ നിന്ന സമയത്ത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു ബാലൻസ് ഒരു 5-6 നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരിത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിക്കാനുള്ള ഒരു ഇത് എനിക്ക് തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ അതെടുത്ത് ഫ്രൈ ചെയ്തു. അവർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും. അപ്പം ഞാൻ തന്നെ ഫ്രൈ ചെയ്തു, ഞാൻ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നഗറ്റ്സ്. ഇതിനൊക്കെ 12 പീസോ 14 പീസോ അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ കുറച്ച് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നത്, ബാക്കിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കഴിച്ചിങ്ങനെ തുടങ്ങിയതും എവിടുന്നാന്നറിയില്ല കുക്കു അങ്ങോട്ട് ഓടി വന്നു കേട്ടോ. ആൾ നല്ല ഉറക്കമായിരുന്നു. ചിക്കൻ്റെ സ്മെല്ല് എടുത്തോണ്ടാണോ അതോ ഞാൻ കഴിക്കണം സൗണ്ട് കേട്ടിട്ടാണോ എന്നറിയില്ല, ആൾ ഓടി വന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതാ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു. ഞാൻ ശരിക്കും ഞെട്ടിയിട്ടോ, കാരണം അവൾ നല്ല ഉറക്കമായിരുന്നു റൂമിൽ ഞാനിത് ഉണ്ടാക്കുമ്പോഴും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ. പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഇതാ എത്തി. ടീഷർട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാ അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് കൊടുത്തു കേട്ടോ. ഞാൻ അതിൻ്റെ ചിക്കൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് കൊടുത്തത്, നഗറ്റ്സിൽ ഫ്രൈ ചെയ്ത ഭാഗമല്ല കേട്ടോ. അപ്പോൾ കൊടുത്തപ്പോൾ അവൾ കഴിക്കുന്നില്ല. ഇപ്പോൾ വലിയ ഇഷ്ടമായില്ല തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു, എന്നിട്ട് ഫുള്ളും കഴിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് നിന്ന് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഞാവൽപ്പഴം കഴുകി ഉപ്പ് വെള്ളത്തിലിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഞാവൽപ്പഴം കഴിച്ചിട്ടില്ല, കുറവാണ് കഴിച്ചത്. ഞാനൊരു 5-6 ഞാവൽപ്പഴം കഴിച്ചു, കൂടുതലാണ് കഴിക്കേണ്ട വിചാരിച്ചു. കാരണം പിറ്റേ ദിവസം കല്യാണം ഉള്ളതാണ്, വയറ് സീനാവേണ്ട വിചാരിച്ചു. ഉപ്പിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല നാവുമ്മ കളറാവുമെന്ന്. പിന്നെ കഴിച്ചു കഴിഞ്ഞ്
വായൊക്കെ കഴുകി വന്നപ്പോഴാണ് ദൈവമേ നാവും ഇത്രയും കളറായോ എന്ന് ഞാൻ വിചാരിച്ചേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഉച്ചയ്ക്ക് പതിവില്ലാണ്ട് കിടന്ന് ഉറങ്ങിയിട്ടോ. ഞാൻ അങ്ങനെ സാധാരണ ഉറങ്ങാറേ ഇല്ല. എന്തോ ഉച്ചയ്ക്ക് ഞാൻ ഈ ഒരു സോഫയിൽ കിടന്നിട്ട് ഞാനും കുക്കും കൂടി കെട്ടി പിടിച്ചങ്ങോട്ട് കിടന്ന് ഉറങ്ങി. ഒരു 1.5 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്കും വിച്ചുവിൻ്റെ കോള് വന്നപ്പോൾ അമ്മ പിന്നെ എണീപ്പിച്ചു, കോളുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ എണീറ്റ് പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് പിന്നെ ഉറങ്ങണം എന്നുള്ള ഒരു തന്നെയായിരുന്നു, മത്തായിരുന്നു. പക്ഷെ ഉറങ്ങിയില്ല. അച്ഛനും അമ്മയും തൃശ്ശൂർക്ക് പോയേക്കാണ്. ഞാനും കുക്കും മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം ഫോണിൽ കളിച്ച് ബെഡിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം അടിച്ചു വാരി തുടച്ചു, വിളക്ക് കത്തിച്ചു, കൈയും കാലൊക്കെ കഴുകിയിട്ട് പിന്നെ ഞാൻ നഗറ്റ്സ് ഉണ്ടാക്കി കഴിച്ചു. അതുപോലെ തന്നെ ഞാവൽപ്പഴം കഴിച്ചു. ഞാവൽപ്പഴം കഴിക്കുമ്പോൾ വലിയ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ എന്തോ ഇങ്ങനെ പാകം എടുക്കുമ്പോഴാണ് ഫുള്ള് നീല കളറിട്ടത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ചിരി വന്നു. കാരണം നാളെ കല്യാണമുണ്ട്, നാളേക്ക് പോയാൽ മതി. അങ്ങനെ അപ്പോൾ ഇവിടെ ഞാനും കുക്കും കൂടി അങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും. എന്തായാലും നാളെ കല്യാണമുണ്ട്. കല്യാണത്തിൻ്റെ വ്ളോഗ് ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. ലോങ് വീഡിയോ, മേക്കപ്പിൻ്റെയും സാരി ഡ്രേപ്പിങ്ങും കല്യാണ വ്ളോഗും സദ്യ കഴിക്കണതും ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം. യെസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.